ഒരു ഗാനം ആലപിക്കും. ആ പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പാട്ടോടെ കർത്താവിന്റെ നാമത്തെ നമുക്ക് ശ്രദ്ധിക്കാം. ഹാലിലെ പ്രാർത്ഥന നമുക്കായിരിക്കാം. ആ പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയിൽ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്ക് ഈ ദിവസങ്ങൾ ജലദോഷത്തിൻ്റെതായ അല്പമായ കഫക്കെട്ടും അതിൻ്റെതായ പ്രയാസവും എനിക്കുണ്ട്. എങ്കിലും ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്ന മഹാകവി KV സൈമൺ സാറിനാൽ രചിക്കപ്പെട്ട ഒരു ഗാനമാണ് ഞാൻ ഇന്ന് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മേലിലുള്ള യെരൂശലേമേ, കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാഥ, ലളിത കൃപയുടെ വർഷമനുദിനം അനുഭവിപ്പതിനരുളണമേ. സഭ ആകുമി പുഷ്പമാം സാധു നൈതലിൽ. നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. കാന്തൻ പ്രേമരസമത് ഭവതിയുടെ മനം ആശു തന്നിലൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കുമാകേയ. നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ. നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ. ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം മോഹിക്കാവതോ. കാണും ഗഗനതലം മധു മനുജഗണനെയും അതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതോ. സൗഖ്യം ലേശമെങ്കിലോ മുരപ്പാൻ ആവതോ. ആ മണവാറയ്ക്കടുത്ത് നീയണയും സമയത്ത് ശ്രീ മഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ. സ്വർഗകാമിനിഗണ അമിത കുതകമോടാദരാലരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ. നിത്യ സ്നേഹഭവനത്തിനുള്ളിൽ പോകുവാൻ. മേലിലുള്ള യെരൂശലേമേ, കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാഥ, ലളിത കൃപയുടെ വർഷം അനുദിനം അനുഭവിപ്പതിനരുളണമേ. സഭയാകുമി പുഷ്പമാം സാധു നൈതലിൽ. നിന്റെ പാലനമല്ലാതെ എന്തേ പൈതലിൽ. നിന്റെ പാലനമല്ലാതെ എന്തേ പൈതലിൽ. Praise the Lord. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പ്രിയ അമ്മയ്ക്ക് പാടുവാൻ സ്വർഗത്തിലെ ദൈവം അഭിഷേകം കൊടുത്തിരിക്കുന്നല്ലോ. ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. നല്ല ഓർമ്മശക്തിയൊക്കെയും കർത്താവ് കൊടുത്ത് അവിടുന്ന് ഹല്ലേലൂയ പാട്ട് പാടുവാൻ കർത്താവിനോട് ഹല്ലേലൂയ സ്തോത്രം ലീഡ് ചെയ്യുവാൻ സൂക്ഷിച്ച് ചെയ്യാൻ ഒക്കെയും ദൈവം
ഹൃദയ അഭിഷേകവും പിന്നെയും പറഞ്ഞ് അനുഗ്രഹിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ദാസി ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു. ഹല്ലേലൂയ. യാത്രയിൽ ദൈവത്തിനെ താങ്ങും തടയുമായിരിക്കുന്ന കരങ്ങൾ കൂടെ ഇരുന്ന് ദീർഘായുസ് കൊടുക്കുവാൻ മകളെയും കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിപ്പാനും ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെടുന്ന ഗാനമായാലും പാടിയതാണ്. കർത്താവ് മഹത്വം എടുത്തു അനുഗ്രഹ സമൃദ്ധി ആ പാട്ടിലൂടെ നമ്മിലേക്ക് പകർന്നു. ഹല്ലേലൂയ. ദുഃഖത്തിക്കടൊക്കെയും കുഞ്ഞുങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗത്തിലെ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനങ്ങളും മക്കളെ നിറച്ചിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം സംസാരിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രാത്രികാലം ഭജന കേൾവി നമുക്ക് വിടുതലും രോഗസൗഖ്യം അനുഗ്രഹ സമ്പർക്കം എന്തെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ എല്ലാം ഈ രാത്രി പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന്റെ വാക്ക് തുറന്നു കിട്ടുവാൻ ഒരാൾക്ക് ശബ്ദ ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്വപിതാവ് നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിൽ നല്ല ഗാനം കേൾക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കൃപയുമല്ലോ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. രാത്രികാലം നീ ഞങ്ങളോട് സംസാരിക്കുക, ഇടപെടുകയും ചെയ്യണമേ. വചനം സംസാരിക്കുക കർത്താവിന്റെ ദാസനെ കർത്താവെ ബലപ്പെടുത്തണമേ. ശാരീരികമായ ക്ഷീണങ്ങളെല്ലാം മാറ്റി കർത്താവെ വചനത്തിന്റെ മർമ്മങ്ങളെല്ലാം ആമേൻ തനിക്കറിയാവുന്നത് ഞങ്ങളിലേക്ക് പകരപ്പെടുവാൻ തക്കോണം കർത്താവിന്റെ കൃപ പകരുമാറാക്കണമേ. ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. കേൾക്കുന്ന ഞങ്ങൾക്ക് ഏറിയ അനുഗ്രഹത്തിനും ബലത്തിനും സൗഖ്യത്തിനും വിടുതലിനും കർത്താവെ കാരണമാക്കി തീർക്കുമാറാക്കണമേ. ഓരോ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഇല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ ഏഴയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. എന്റെ പാപങ്ങളെ കുറ്റങ്ങളെ എല്ലാം നീ എന്നോട് ക്ഷമിക്കുമാറാക്കണമേ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നവരല്ലേ കർത്താവെ. ആമേൻ. കർത്താവിന്റെ വചനം ഉണ്ടല്ലോ, കർത്താവിന്റെ വാഗ്ദത്തം ഉണ്ടല്ലോ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ആമേൻ. കർത്താവിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേലെല്ലാം ഞങ്ങളുടെ തലമുറകളിന്മേലെല്ലാം പകരുമാറാക്കണേ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിക്കുന്ന കർത്താവെ അവർ ദൈവത്തിൻ്റെതായിട്ടുള്ള ഹല്ലേലൂയ ആമേൻ ദാനിയേലിനെ പോലെ ദൈവ വചനം അനുസരിക്കുകയും ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുകയും യോസേഫിനെ പോലെ കർത്താവെ വിശുദ്ധിയിൽ നിലനിൽക്കുകയും ശലോമോനെ പോലെ ജ്ഞാനമുള്ളവരായി തീരുകയും ചെയ്യുവാൻ പൗലോസിനെ പോലെ കർത്താവെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ കർത്താവെ മിശ്രറിമാരായി നല്ല മിശ്രറിമാരായി തീരത്തക്കോണം കർത്താവ് ഇവാഞ്ചലിസ്റ്റായി തീരത്തക്കോണം എല്ലാം കർത്താവ് സഹായിക്കണമേ. ദൈവകൃപയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം നിറയ്ക്കുമാറാക്കണമേ. ദൈവശക്തിയാൽ നിറയ്ക്കുമാറാക്കണമേ. കർത്താവെ ലോകത്തിലെ മാലിന്യങ്ങളോട് അടുക്കാതെ വണ്ണം അവരെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊള്ളുമാറാക്കണമേ. കർത്താവ് ഒരുവൻ യഹോവയ്ക്ക് പേരെടുക്കും, മറ്റവൻ യാക്കോബിൻ എന്ന് പേരെടുക്കും. ഇതൊക്കെയും കർത്താവിന്റെ വാഗ്ദത്തം ഉണ്ടല്ലോ. അതിനായി സ്തോത്രം. ഞങ്ങളിൽ ഉള്ളതായിട്ടുള്ള ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ വായിൽ തന്ന വചനത്തെ കർത്താവെ അതിലും ഇരട്ടിയായിട്ട് അവരുടെ മേലെല്ലാം പകരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങൾക്ക് മറ്റുള്ളവർക്കും അനുഗ്രഹകാരണമായി തീരുവാൻ സഹായിക്കണേ. ദൈവജനത്തിന് അനുഗ്രഹകാരണമായി തീരുവാൻ സഹായിക്കണേ. ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നല്ലോ. എത്രത്തോളം നിന്റെ കൃപയാൽ ഒന്ന് മാത്രമാണ് കർത്താവെ. ഞങ്ങളുടെ കൈയുടെ ബലമല്ല, കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അതിനാൽ ഇനിയും ഞങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും കർത്താവെ ഓരോ നിമിഷവും ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട പോലെ ചെയ്യുവാൻ ഞങ്ങളെ നീ അഭ്യസിപ്പിക്കുകയും ശുഭകരമായി അഭ്യസിപ്പിക്കുവാൻ ഞങ്ങളെ കർത്താവെ സഹായിക്കുകയും ചെയ്യുമാറാക്കണമേ. പോവേണ്ടുന്ന വഴിയിൽ ഞങ്ങളെ നടത്തി പരിപാലിക്കുമാറാക്കണമേ. കർത്താവെ ലൈൻ്റെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാക്കണേ. ലൈൻ കർത്താവിന്റെ ദാസിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചു വൈദ്യനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു ബാലാരിഷ്ടമില്ലാതെ കർത്താവ് കാക്കുകയും പരിപാലിക്കുകയും ചെയ്താട്ടെ. ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുക ഇടപെടുകയും ചെയ്യുമാറാക്കണേ. അത് ഞങ്ങൾക്ക് ഏറിയ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. വചനം സംസാരിക്കുമ്പോൾ യഹോവേ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്ന പ്രാർത്ഥനയായിരിക്കാം. ഹല്ലേലൂയ. ശമൂവേലിനെ 3 പ്രാവശ്യം വിളിക്കുന്ന മഹാദേവൻ 2 വിളി രക്ഷയ്ക്കായി 3ാമത്തെ വിളി സേവനത്തിനായി വിളിച്ചതുപോലെ ദൈവശബ്ദം നമുക്ക് കേൾപ്പാൻ വളരെ പ്രാർത്ഥിക്കാം. വചന സൂക്ഷിക്കായി കർത്താവിന് വെളിപ്പെടുദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ഒക്കലമ്മ സീറ്റിൽ നിന്ന് ആദ്യത്തോടും സ്നേഹത്തോടും ഒക്കലമ്മ പകലിലേക്ക് ക്ഷണിക്കും. നമുക്ക് വളരെ ഭയഭക്തിയോടും പ്രാർത്ഥനയോടും
ദിവസത്തിലായിരിക്കാം. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. എസ്കറ്റോളജിക്കലായിട്ട് അന്ത്യകാലത്തെ സംഭവിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയുള്ളതായ ഒരു പഠനമാണ് നാം ചില മാസങ്ങളായി ഈ പ്രെയർ ലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് നാം അങ്ങനെ ഒരു പഠനമാണ് എങ്കിൽ തന്നെയും നാം പഠിച്ചതിന് തുടർമാനമായിട്ടുള്ളതായ ഒരു പഠനമല്ല ചെയ്തത്. പ്രവചന പുസ്തകങ്ങളിൽ നിന്നും മിശിയ പ്രവചനം, എഹെസ്കിയേൽ പ്രവചനം, സെക്കരിയ പ്രവചനം, യോവേൽ പ്രവചനം, ഇങ്ങനെ വിവിധ പ്രവചന പുസ്തകങ്ങളിൽ നിന്നും വരുവാനുള്ളതായ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയായിരുന്നു നാം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും സെക്കരിയ പ്രവചനത്തിൽ നിന്നും നമുക്ക് ചിന്തിക്കാം. സെക്കരിയ പ്രവചനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ 3 ആഴ്ച മുമ്പ് ചിന്തിപ്പാൻ, 1 മാസം മുമ്പ് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയിൽ എനിക്ക് വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവസരമൊത്തില്ല. വീണ്ടും നിങ്ങളോടൊത്തെ ആയിരിക്കാൻ ഇടയാക്കിയതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സെക്കരിയ പ്രവചനം തന്നെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കണം. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സക്കറിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്ന് പിടിച്ചില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവർത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞില്ലയോ? ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ സക്കറിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവന്റെ പിൻപിൽ ചുവപ്പും കരാർ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവനാരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്നുത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്നുത്തരം പറഞ്ഞു. എന്നാറെ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവയെ, ഈ 70 സംവത്സരം നീ ക്രൂധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു.
അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കരുണയുള്ള ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. വചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്വർഗീയമായ ദൂത് വരത്തക്കവണ്ണം ഞങ്ങളുടെ അധരങ്ങളെയും ഹൃദയങ്ങളെയും അവിടുത്തെ ആലോചന കൊണ്ട് നിറയ്ക്കണമേ. എതിരായുള്ള ദുഷ്ടശക്തികളെ ഫൽസിക്കണമേ. തിരുനാമം മാത്രം മഹിമപ്പെടണമേ. അവിടുത്തെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ തവണ നാം ചിന്തിച്ചതായ സന്ദർഭത്തിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ മാനസാന്തര ദൂതുകളാണ്. ഈ ദൂതാണ് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നത്. 4 പ്രധാന കാര്യങ്ങൾ അതിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി. 1, ദൂത്. ആ ദൂതാണ്, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. 2-ാം വാക്യം 1-ാം അധ്യായത്തിന്റെ. അതിനകത്തുനിന്നുള്ളതായ 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉപദേശമാണ്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ആകരുത്, നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ട് തിരിവീൻ. ഈ 2 ഉപദേശമാണ്. നിങ്ങളുടെ പിതാക്കന്മാരോട് കോപിച്ചിരിക്കുന്നു. അങ്ങനെ കോപം നിങ്ങളുടെ മേലും വരാതിരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്, ദുർമാർഗങ്ങളെ വിട്ട് തിരിവീൻ എന്ന് ഉള്ള ഉപദേശം നമുക്ക് കാണും. അഡ്വൈസ്. 3-ാമതായിട്ട് വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മുന്നറിയിപ്പിൽ 3 ഭാഗങ്ങൾ. അനുസരിപ്പാൻ കൂട്ടാക്കാഞ്ഞതായ നിങ്ങളുടെ പിതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് 6-ാം വാക്യത്തിൽ അവർ തന്നെ സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൂതറിയിക്കുന്ന പ്രവാചകന്മാർ മരിച്ചാലും അവർ പറയുന്ന ദൂത് മരിക്കയില്ല എന്ന് നമുക്ക്, പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ എന്ന് 5-ാം വാക്യത്തിൽ പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹഗായി പ്രവാചകന്റെ മരണത്തെ പറ്റി ആയിരിക്കും അവിടെ സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഭൂരിപക്ഷ വേദവിദ്യാർത്ഥികളുടെയും അഭിപ്രായം. ഹഗായി പ്രവാചകൻ ഏതാണ്ട് 3 മാസത്തോളം മാത്രമേ കാനോനികമായുള്ള പ്രവചന ദൂതേ പറഞ്ഞുള്ളൂ. ഈ കാനോനികമായുള്ള പ്രവചന ദൂതാണ് ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത്. അങ്ങനെയുള്ളതായ അവിടെ ഹഗായി സക്കറിയ പ്രവചന പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആണ്ടും കാലവും വ്യക്തമായും തിട്ടമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹഗായി പ്രവചനത്തിലെ ആണ്ടും കാലവും രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പ്രവാചകൻ എത്ര നാളുകൾ കാനോനികമായി ദൈവദൂത് പറഞ്ഞുവെന്നും എപ്പോഴാണ് താൻ ആ ദൂത് അവസാനിപ്പിച്ചത് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രവാചകൻ ദാരിയവേശ് രാജാവിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ആണ് നമുക്ക് 2-ാം അധ്യായം വായിക്കുമ്പോൾ പ്രവാചകൻ ദൂത് അവസാനമായി 2 ദൂത് എന്ന് പറയുന്നുണ്ട്. അതേ ഡേറ്റിൽ തന്നെയാണ് 7-ാം വാക്യത്തിൽ
ഇവിടെ സക്കറിയ പ്രവാചകൻ തന്റെ ദർശന ദൂതുകൾ ആരംഭിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എവിടെ ഹഗായി പ്രവാചകൻ പ്രവചന ദൂത് നിർത്തിയോ അവിടെ വെളിപ്പാടുകൾ തുടരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതാണ് 5-ാം വാക്യത്തിൽ പറയുന്നത്. പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? വൃദ്ധനായ ഹഗായി മരിച്ചു പോയിട്ടും താൻ പറഞ്ഞ ദൂതുകൾ നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവത്തിന്റെ ആത്മാവിൽ രേഖപ്പെട്ടിരിക്കുന്നതായ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ സ്തോത്രം, 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ലഭിച്ചതെങ്കിൽ തന്നെയും അതേ ആത്മാവിൽ എഴുതിയതായ നമുക്ക് നൽകിയതായ ദൈവദാസന്മാരെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും അതിൽ നിറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറ്റപ്പെടുന്നില്ല. സ്വർഗത്തിൽ എന്നേക്കും ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3-ാമതായി തക്ക സമയത്തെ മാനസാന്തരത്തിന് ഒരു സമയമുണ്ട്. തക്ക സമയത്തെ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ പിന്നെ ഏശാവിനെ പോലെ കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. 6-ാം വാക്യത്തിൽ പിതാക്കന്മാർ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവർ ഞങ്ങളോട് ചെയ്തിരിക്കുന്നുവെന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞില്ലയോ? അവർക്കൊരു മനം തിരിവുണ്ടായി. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. എപ്പോഴാണ് മനം തിരിവുണ്ടായത്? പ്രവാസത്തിൽ പോയതിന് ശേഷം. പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പേ ഇസയ്യാ പ്രവാചകനും യോവേൽ പ്രവാചകനും സെഫന്യ പ്രവാചകനും എല്ലാവരും ദൂതിങ്ങനെ, വിശേഷാൽ ഇരമ്യ പ്രവാചകൻ ദൂതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. അന്ന് അത് അവർക്കൊരു കളിയായിരുന്നു. ആ പ്രവാസത്തിലേക്ക് കടന്നു വന്ന് എല്ലാം നഷ്ടമായപ്പോൾ അവർ മാനസാന്തരപ്പെട്ടപ്പോൾ ഇറ്റ് വാസ് ടു ലേറ്റ്. They became slaves. അവർ അടിമകളായതിനു ശേഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ഗുണപാഠമാണ്. ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് മാനസാന്തരപ്പെടുവാനുള്ള സമയം. നാളത്തേക്ക് നീട്ടിവെക്കുവാൻ ഒരുത്തർക്കും സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആ ദൂത് കൊടുക്കുവാനുള്ള കാരണം? അതാണ് വെരി കീ. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ വായിക്കുമ്പോൾ അതിന്റെ പരമപ്രധാനമായ കാര്യം എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പ്രവാചകനിൽ കൂടെ ദൂത് കൊടുക്കുന്നത്? 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നഷ്ടമായി പോയ മുടിയനായ പുത്രൻ ആ പിതാവിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരേണ്ടതിന് പിതാവ് കാത്തിരിക്കുന്നത് പോലെ പിന്മാറ്റത്തിൽ പോയ ഒരു വ്യക്തി കർത്താവിങ്കലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൊതിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവിങ്കലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടിയാണ് ഈ വലിയ ദൂത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന മാനസാന്തര ദൂത പ്രവാചകൻ ആദ്യമായി പറയുന്നത്. അതെപ്പോഴാണ് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാരിയവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 8-ാം മാസം. ഇനി 7-ാം വാക്യം, 2-ാം ആണ്ട് ശബാത്ത് മാസമായ 11-ാം മാസം. ആ മാനസാന്തര ദൂത് കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് പ്രവാചകന് വെളിപ്പാടുകൾ നിരന്തരമായി ഉണ്ടാകുവാൻ തുടങ്ങിയത്. ഈ 3 മാസത്തിനിടയിൽ ജനത്തിന് വലിയൊരു മാനസാന്തരം ഉണ്ടാകുകയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം അവർ തന്നെ ഉത്സാഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. ഈ വാക്യം വായിക്കുന്ന 8-ാം ആണ്ട് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഹഗായി പ്രവാചകനോട് കൂടെ പ്രവാചകൻ മരിക്കുന്നതിനു മുമ്പേ സക്കറിയ പ്രവാചകൻ ഒരു ബാലനായി തന്നോടുകൂടെ ശുശ്രൂഷ ചെയ്തു എന്ന് കാണാൻ സാധിക്കും. സക്കറിയ പ്രവാചകൻ ഒരു യങ് മാൻ, യങ് ലാഡ് ആയിരുന്നു എന്ന് 2-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നതായി കാണുവാൻ സാധിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ
നീ വേഗം ചെന്ന് ആ ബാല്യക്കാരനോട്, ദാറ്റ് യങ് മാൻ എന്നാണ് സെക്കരിയാവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സെക്കരിയ പ്രവാചകൻ ഒരു യങ് മാൻ ആയിട്ടിരിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിലീവ് ഇറ്റ് ഈസ് ഹി വാസ് അണ്ടർ 20 years of age. 20 വയസ്സിന് താഴെ ആയിരുന്നായിരിക്കണം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, താൻ വളരെ യങ് ആയിരുന്നപ്പോൾ ഹഗായി വൃദ്ധനായി ശുശ്രൂഷ ചെയ്തപ്പോൾ സെക്കരിയാവ് യങ് മാനായി ശുശ്രൂഷ ചെയ്തു. എന്നാൽ ഇവർ ഒത്തൊരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവർ രണ്ടുപേരുടെയും ശുശ്രൂഷയിൽ പൊതുവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. പാപത്തിൽ വീണ് പിന്മാറ്റത്തിലേക്ക് പോയി ആലയപ്പണി ചെയ്യാതിരിക്കുന്നതായ ജനത്തെ ഉത്സാഹിപ്പിച്ച് കർത്താവിങ്കലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ പണി, യഹോവയുടെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഉത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ രണ്ട് പോസ്റ്റ് എക്സലിക്ക് പ്രവാസാനന്തര പ്രവാചകന്മാരുടേതായിട്ടുള്ളതായ അവരുടേതായിട്ടുള്ള മിനിസ്റ്ററി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി 7-ാം വാക്യത്തിലേക്കാണ് നാം 1 മുതൽ 6 വരെ ചിന്തിച്ചുവല്ലോ. 7-ാം വാക്യം മുതലാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. 7-ാം വാക്യം മുതൽ ചിന്തിക്കുന്നതിന് മുമ്പേ നാം അത് ഇച്ചിരി പ്രവചനമായിട്ടുള്ള ദൂതാണ്. ആ ദൂത് ഞാൻ ഇന്ന് പറയണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ തന്നെയും അതിനു മുമ്പേ നാം ഈ സെക്കരിയ പ്രവചന പുസ്തകത്തെ പറ്റിയും പ്രവാസത്തിൽ പോയവരെ പറ്റിയും അതിന്റെ ചുറ്റുപാടുകളെ പറ്റി ഒരു പഠനം നടത്തിയാൽ ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിട്ട് സമയം അനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സമയം കിട്ടിയില്ല എങ്കിൽ 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നാം ചിന്തിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, നിരന്തരമായി കർത്താവിന്റെ പ്രവാചകന്മാർ ഇസ്രയേൽ മക്കളെ മടങ്ങി വരേണ്ടതിനു വേണ്ടി ഉപദേശിച്ചിട്ടും അവർ വീണ്ടും ജാതികളോട് ഇടകലർന്ന് പാപം ചെയ്തതിനാൽ ദേശം അവരെ ഛർദ്ദിച്ചു. നിങ്ങൾ മറന്നു പോകാതെ റെഫറൻസ് ആയിട്ട് ഈ വേദവാക്യങ്ങൾ ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, 20-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. കർത്താവാണ് ഈ സകലത്തെയും സൃഷ്ടിച്ചത്. അവൻ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. ഈ ഭൂമിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സർവശക്തിയുള്ള കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിനകത്തെ താമസിക്കുന്ന മനുഷ്യർ ഇത് മനസ്സിലാക്കിയാൽ ഭയത്തോടുകൂടെ കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. മാനവജാതി ഇത് മറന്നുപോയിട്ട് ഇത് ഗണ്യമാക്കാതെ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട് എല്ലാ ദുഷ്ടതയും അക്രമവും അനീതിയും കൊലയും കൊള്ളിവെപ്പും യുദ്ധവും എല്ലാ മ്ലേച്ഛതയും ചെയ്യുന്നതിന്റെ കാരണം ദൈവമാണ് ഈ ഭൂമിയുടെ ഓണർഷിപ്പിൽ ഉള്ളത് എന്ന് ഗ്രഹിക്കാതിരിക്കുന്നത് കൊണ്ടോ അറിഞ്ഞുകൊണ്ട് തന്നെ ഓർക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വന്ന് വാഗ്ദത്ത കനാൻ നാട്ടിൽ പ്രവേശിച്ചതിനോടുള്ള ബന്ധത്തിലാണ് അവരുടെ ഉപദേശം. 2 കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ റെഫറൻസിൽ ലേവ്യ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് കാനനൈറ്റ്സിനെ, കനാന്യരായിട്ടുള്ളവരെ, പെരസയര്, യെബൂസ്യര്, ഹിബിയര്, അമോരൈറ്റ്സ്, ഇങ്ങനെ 9 ജാതികളെ പുറത്താക്കിയിട്ട് ഇസ്രയേൽ മക്കൾക്ക് ദേശം കൊടുക്കുവാൻ തക്കവണ്ണം കാരണം എന്താണ്? ദൈവം മുഖപക്ഷം നോക്കുന്നവനാണോ? കുറെ പേരെ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ ദേശം വേറെ ചിലർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നീതിയുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ജാതികളെ അവിടെ നിന്നും തുടച്ചു മാറ്റിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽ മക്കളെ അവിടെ പാർപ്പിക്കുവാനുള്ള കാരണം?
വളരെ വ്യക്തമായി മോശ തന്റെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദേശം പാപം ചെയ്തു. ദേശം പാപം ചെയ്തപ്പോൾ ദേശം ദൈവസന്നിധിയിൽ കരഞ്ഞു. ഭൂമിയുടെ ഉടമയായ കർത്താവിനോട് കരയുകയാണ്. മുള്ളും പറക്കാരയും വർദ്ധിച്ചപ്പോൾ, പാപം കൊണ്ടുള്ള രക്തച്ചൊരിച്ചിൽ ഉണ്ടായപ്പോൾ, എല്ലാ മ്ലേച്ഛതയും ഉണ്ടായപ്പോൾ, ഭൂമിയാണ് ഈ പാപമെല്ലാം വഹിക്കുന്നത്. ഇത് കണ്ടോ ഭൂമി നെടുവീർപ്പിടുന്നതായ സന്ദർഭത്തിൽ യഹോവയായ ദൈവം പാപത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് പുറത്താക്കി. പല രീതിയിലാണ് ദൈവം പാപികളോട് പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. സോദോം ഗോമോറായിലെ നമുക്കറിയാം, ദൈവം അഗ്നി അയച്ച് അത് ചാവുകടലാക്കി തീർക്കുകയായിരുന്നു. എന്നാൽ കനാന്യരായിട്ടുള്ള ജനത്തെ അവിടെ നിന്ന് ഛർദിപ്പിച്ച് ദേശം ജനത്തെ ഛർദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇസ്രയേൽ മക്കൾക്ക് അവിടെ പാർപ്പാൻ തക്കവണ്ണം അവസരം ലഭിച്ചത്. എന്നിട്ട് ഇസ്രയേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളും ഇങ്ങനെ പാപം ചെയ്താൽ നിങ്ങളെയും ഛർദിക്കും. അങ്ങനെ വാണിംഗ് കൊടുത്തിട്ടും പ്രവാചകന്മാരുടെ ദൂതുകൾ ലഭിച്ചിട്ടും ഇസ്രയേൽ മക്കൾ നിരന്തരമായി പാപം ചെയ്തു. ജാതികളെ ദേശം ഛർദിച്ചതുപോലെ ഇസ്രയേൽ മക്കളെയും മുഖപക്ഷം നോക്കാത്ത ദൈവം ഛർദിപ്പിച്ചു. അങ്ങനെയാണ് അവർക്ക് ബാബേലിലേക്ക് പോകുവാൻ കാരണമായത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 36 അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ഇരമ്യ പ്രവചനം 17 അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, യെഹെസ്കേൽ പ്രവചനം 20 അധ്യായം 23, 24 വാക്യങ്ങൾ. 2-3 റെഫറൻസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റനേക റെഫറൻസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയെല്ലാം പ്രത്യേകം പ്രവാചകന്മാർ അവരോട് പറയുന്നു, നിങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ ഈ ദേശത്ത് നിങ്ങൾക്ക് പാർക്കുവാൻ സാധിക്കും. എന്നാൽ അവർ മടങ്ങി വന്നില്ല. അവർ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു, അവർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, ദേശം ഛർദിച്ചു. 2 ദിനവൃത്താന്തം 36ന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് 70 വർഷം അവർ ബാബേലിൽ വസിക്കുവാൻ കാരണമായത് ദേശം അതിന്റെ ശബത്തിനെ നിവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ്. ശബത്ത് നാളിൽ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടും അത് പ്രത്യേകം യെഹെസ്കേൽ 20ന്റെ 23, 24 ഇരമ്യാവ് ഞാൻ മുമ്പേ പറഞ്ഞ വേദഭാഗങ്ങളിലും പറയുന്നുണ്ട്. അപ്പൊ ഈ പണം സമ്പാദിക്കുവാൻ വേണ്ടി ശേഷം ജാതികളോടുകൂടെ ഇന്ന് ചിലർ സഭായോഗ ഉപേക്ഷയായി വിചാരിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കാതെ ലോകത്തിലെ മറ്റേ കാര്യം അന്നും ഇന്നും ഒരുപോലെയാണ്. അങ്ങനെ നടക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവസാനമായി വരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ശബത്തിനെ ദൈവം തിരഞ്ഞെടുത്ത ജനങ്ങൾ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. അവർ ശബത്ത് ലംഘിച്ചതുകൊണ്ട് 70 വർഷം ദൈവം ശബത്തായിട്ട് ഭൂമിക്ക് കൊടുത്തു, ഭൂമിക്ക് സ്വസ്ഥത കൊടുത്തു. തന്റെ സ്വന്തം ജനം അവിടെ പാർക്കുവാൻ അനുവദിച്ചില്ല, അവരെ പുറത്ത് ചാടിച്ചതായി കാണുവാൻ സാധിക്കുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ ഇതിന്റെ കാരണം എന്താണ് എന്ന് നാം ആരായുന്നുവെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കർത്താവ് ക്ഷമിക്കുകയും വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇസ്രയേൽ മക്കൾ വാഗ്ദത്ത ജനം, ദൈവം സ്നേഹിച്ച ദൈവത്തിന്റെ സ്വന്തം ജനം അടിമകളായി ബാബേലിലേക്ക് പോകുവാൻ കാരണമായത് എന്ന് നാം മനസ്സിലാക്കണം. അവരുടെ ഫോൾസ് കോൺസെപ്ഷൻ, അവിടെ തെറ്റായിട്ടുള്ള ധാരണ നമുക്കവിടെ കാണുവാൻ അവര് വിചാരിച്ചത് ദൈവം ഞങ്ങളെ മിസ്രയീമിൽ നിന്നൊക്കെ കൊണ്ടുവന്നില്ലേ,
ജാതികളെയൊക്കെ നീക്കിക്കളഞ്ഞില്ലേ? ഓ, ഞങ്ങൾക്ക് മന്നയും വെള്ളവും ഒക്കെ തന്നില്ലേ? ഇതെല്ലാം നന്മയും തന്ന ദൈവം ഞങ്ങളെ ശിക്ഷിക്കത്തില്ല. ഞങ്ങളെ ഇങ്ങനെ തോന്നിവാസം ചെയ്ത് ജീവിക്കുവാനങ്ങ് അഴിച്ചു വിട്ടാലും ഒരു കുഴപ്പവും വരത്തില്ല. ദൈവം ഞങ്ങളുടെ ദൈവമല്ലേ, ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണ് എന്നുള്ള ചിന്താഗതി ഇസ്രയേൽ മക്കൾക്കുണ്ടായി. ദൈവം വാൺ ചെയ്തു. അങ്ങനെയല്ല, ദൈവത്തിന് നിയമമുണ്ട്, ദൈവത്തിന് പ്രമാണമുണ്ട്. ഇത് ലംഘിച്ചാൽ അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ദൈവം വാൺ ചെയ്തിട്ടും അവർ അനുസരിക്കാതിരുന്നപ്പോൾ ദൈവം അവരെ ശേഷം ജാതികളെ പോലെ ശിക്ഷിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ബാബേൽ പ്രവാസത്തിലേക്ക് അവർ പോയത് എന്ന് ദൈവശാസ്ത്രപരമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമതായി നമുക്ക് അവരുടെ യഥാസ്ഥാനത്തെ പറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. ബെൽഷസ്സറിന്റെ വിരുന്നൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. മേദ്യ പാർസികൾ വന്നിട്ട് ബാബേല്യരെ തോൽപ്പിച്ചിട്ട് ബാബേൽ സാമ്രാജ്യം മേദ്യ പാർസികൾ പിടിച്ചടക്കി. ഒരു വർഷം കഴിയുന്നതിന് മുമ്പേ BC 539 അവർ ബാബേല്യരെ തോൽപ്പിച്ച് ദേശം പിടിച്ചടക്കി ഒരു വലിയ സാമ്രാജ്യമായി തീർന്നത് മേദ്യ പാർസ്യ സാമ്രാജ്യം, മീഡോ പേർഷ്യൻസ്. അപ്പോൾ അങ്ങനെ ആയിരുന്നതായ സന്ദർഭത്തിൽ 39-38 തന്നെ BC 538 തന്നെ കോരശ് വിളംബരം ചെയ്തു. ഹല്ലേലൂയ, സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകണ്ട, ഇസ്രയേൽ മക്കൾക്ക് മടങ്ങിപ്പോകാം എന്ന് വിളംബരം ചെയ്തിട്ട് തന്നെയും ഒരു ചെറിയ അംശം മാത്രമേ മടങ്ങി വന്നുള്ളൂ. ബാക്കി എല്ലാവരും ബാബേലിലും ഒക്കെ താമസിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പേര് ശൂഷൻ രാജധാനിയിലും മറ്റുമൊക്കെ താമസിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയവർ ചിതറിപ്പോയി. അങ്ങനെ അവിടെയൊക്കെ അവരങ്ങ് കംഫർട്ടബിൾ സോണിലായി. തിരിച്ചു പോകുവാൻ ഹല്ലേലൂയ രാജാവിൽ നിന്ന് രാജകൽപ്പന ലഭിച്ചിട്ടും ലോകത്തിലെ ചില പ്രതാപങ്ങൾ കണ്ടുകൊണ്ട് അതിനെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിലേക്ക് വാഗ്ദത്ത ദേശത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇസ്രയേലിൽ ഏതാണ്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ പോയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരാണ് മടങ്ങി വന്നിട്ട് ആലയം പണിയുടെ യഥാസ്ഥാനത്തിന് വേണ്ടി അവർ പണിയുവാൻ തുടങ്ങി. 538 തന്നെ അവർ മടങ്ങി വന്നു. അന്ന് അവർ തുടങ്ങിയെങ്കിൽ തന്നെ അന്ന് അവർ യാഗപീഠം പണിതു. 536 BC 536 ആലയത്തിനെ അടിസ്ഥാനമിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ അടിസ്ഥാനം ഇട്ടപ്പോഴാണ് ചിലർ കരയുകയും ചിലർ സന്തോഷിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആലയത്തിന്റെ 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 ഫൗണ്ടേഷൻ ഇട്ടതായ സന്ദർഭത്തിൽ കരയുന്ന കാര്യം ഇസ്രായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പ്രത്യേകം എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. BC 536 മുതൽ BC 520 വരെ ഏതാണ്ട് 16 വർഷത്തോളം ആലയത്തിന്റെ പണി മുടങ്ങിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇസ്രയേൽ മക്കൾ കരഞ്ഞത് എന്ന് ദൈവവചനം വായിക്കുമ്പോൾ വളരെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് കരഞ്ഞത് എന്ന് കണ്ണുനീര് അവിടെ ഇസ്രാ പ്രവാചകന്റെ പുരോഹിതൻ അതിന്റെ 3-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അവൻ നല്ലവനല്ലോ, അവന്റെ ദൈ എന്നേക്കും ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആലയത്തിനെ അടിസ്ഥാനമിട്ട സന്ദർഭത്തിൽ ചെറുപ്പക്കാരെല്ലാം ദൈവത്തെ സ്തുതിച്ച് അട്ടഹസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ വാർദ്ധക്യത്തിലായിരുന്ന പ്രിയപ്പെട്ടവരെ കരയുന്നത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ കരച്ചിലിന്റെയും സന്തോഷത്തിന്റെയും ഇടയിലാണ് BC 536 ആലയത്തിനെ അടിസ്ഥാനമിടുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കരയുവാനുള്ള കാരണങ്ങളൊക്കെ പല ദൈവദാസന്മാരിൽ നിന്നും
നാം കേട്ടിട്ടുണ്ട്. ഒന്നാമതായി പല കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് ശലോമോന്റെ അടിസ്ഥാന ആലയം ഇട്ടതായ സന്ദർഭത്തിൽ സെരുബാബേലിന്റെ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇടുന്നതിനെക്കാട്ടിലൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ്, വലിയ അടിസ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ശലോമോന്റെ ആലയത്തിന്റെ അടിസ്ഥാനവും സെരുബാബേലിന്റെ ആലയത്തിന്റെ അടിസ്ഥാനവും കണ്ടവർ അവർക്ക് കരച്ചിൽ വന്നു. കാരണം ആദ്യം നഷ്ടപ്പെട്ട ആലയത്തിന്റെ ആ മഹിമയ്ക്കൊത്തവണ്ണം ഈ ആലയം വരുന്നില്ല. അയ്യോ, ഞങ്ങളുടെ മനോഹരമായ ആലയത്തിന്റെ അത്രയും ഇത് വരുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് കരഞ്ഞത്. എന്നാൽ ചെറുപ്പക്കാർ സന്തോഷിക്കുവാനുള്ള കാരണം അവർ പഴയ ആലയത്തിന്റെ മഹിമ കാണാഞ്ഞത് കൊണ്ട് ഒരാലയത്തിന് അടിസ്ഥാനമിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി കരയുവാനുള്ള ഒരു കാരണമുണ്ട്. ശലോമോന്റെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ യഹൂദന്മാർ സ്വതന്ത്രരായിരുന്നു, ആരുടെയും അടിമകളല്ലായിരുന്നു. എന്നാൽ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടതായ സന്ദർഭത്തിൽ അവർ മേദ്യപാർസികൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എങ്കിൽ തന്നെയും അവർ മേദ്യപാർസികളുടെ അധീനതയിലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല, അവരുടെ ചുറ്റുപാടുകളുമുള്ളതായ ജാതീയ പ്രഭുക്കന്മാർ അവരെ ചലഞ്ച് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള കാരണത്താലാണ് കരഞ്ഞത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സംഭാവന കൊണ്ടല്ല ആദ്യത്തെ ആലയം പണിതത്. പൊന്നും വെള്ളിയും ഇഷ്ടം പോലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ സ്വന്തം ധനം കൊണ്ട് പണിയുവാനുള്ള എല്ലാ ധനവും യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവർ മടങ്ങി വന്നവർ പാപ്പരാണ്, അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് 4-ാം അധ്യായം, സക്കറിയ പ്രവചനത്തിന്റെ 4-ാം അധ്യായത്തിൽ സെരുബാബേലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം ഏത്? ഹല്ലേലൂയ, അത് സമഭൂമിയായി തീരും. ആ കൃപ എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ തന്നെ നീ അത് പണിയും. നീ അതിനെ ആണിക്കല്ലെന്ന് പറയുന്നത് ക്രൗണിങ് സ്റ്റോൺ, അവസാനത്തെ എന്ന് പറഞ്ഞാൽ പണി പൂർത്തിയാക്കും എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സെരുബാബേൽ ആകപ്പാടെ അങ്ങ് വിഷമിച്ചു. സെരുബാബേൽ ആലയം പണി അങ്ങോട്ട് തുടങ്ങി. ആലയം പണി തുടങ്ങിയപ്പോൾ ശലോമോന്റെയിലുള്ളതായ പൊന്നും വെള്ളിയും പോലെ ഈ ആലയപ്പണിക്ക് ആവശ്യമായ പൊന്നോ വെള്ളിയോ പണികാർക്ക് പണം കൊടുക്കുവാനോ സെരുബാബേലിന്റെ കയ്യിൽ പണമില്ല. അവർ പാപ്പരായിട്ടാണ് വന്നത്. അപ്പോൾ അതൊരു വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലം ബിക്കം എ ബിഗ് മൗണ്ടൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിനെ കണ്ടുകൊണ്ടാണ് സക്കറിയ പ്രവാചകൻ പറയും, സെരുബാബേലെ, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പണമില്ല, നീ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ വിഷമിക്കുന്നു. നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം ഇത് ഒരു സമഭൂമിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. വെള്ളിയും പൊന്നും എനിക്കുള്ളത് എന്നാണ് ഹഗായി പ്രവാചകൻ പ്രവചിക്കുന്നത്. വെള്ളിയും പൊന്നും ദൈവത്തിനുള്ളതാണ്. ദൈവജനമേ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഭാവമികമായോ ശാരീരികമായോ മാനസികമായോ ഏതെല്ലാം രീതിയിൽ മഹാപർവ്വതം നിങ്ങളുടെ മുമ്പിലുണ്ടോ, ഇവയെ സമഭൂമിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എങ്ങനെ കഴിയും? സൈന്യത്താലോ ശക്തിയാലോ അല്ല, നമ്മുടെ കഴിവ് കൊണ്ടോ പ്രതാപം കൊണ്ടോ കൈമിടുക്കുകൊണ്ടോ ഒന്നുമല്ല. പിന്നെങ്ങനെ? ഹല്ലേലൂയ, യഹോവയുടെ ആത്മാവിനാൽ, ഹല്ലേലൂയ, കൃപ എന്നാർത്തുകൊണ്ട് ആണിക്കല്ല് നാം ആരംഭിച്ച പ്രവൃത്തി അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ, സെരുബാബേലേ, നീ അടിസ്ഥാനമിട്ടു എങ്കിൽ, ഹല്ലേലൂയ, ഫൗണ്ടിങ് സ്റ്റോൺ നീ ഇട്ടു എങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ ക്രൗണിങ് സ്റ്റോണും ഇടുന്നത് നീയാണ്. നീ ആരംഭിച്ച പ്രവൃത്തിയെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. നിന്റെ തലമുറകൾ പഠിക്കുന്ന പഠനത്തെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, ഹല്ലേലൂയ, നാം ആരംഭിച്ച ആത്മീക കാര്യങ്ങളെ
അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. അത് നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ സ്വാധീനം കൊണ്ടോ അല്ല. പിന്നെ എങ്ങനെയാണ്? കൃപ എന്നാർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല മഹാപർവ്വതവും മാറിപ്പോകും. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ളതായ ആ മഹാപർവ്വതം മാറിയത് എങ്ങനെയാണ് എന്ന് സെഖര്യാ പ്രവചനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ ബാബേലിൽ നിന്നും പൊന്നും വെള്ളിയും കൊണ്ടുവന്ന് ആലയപ്പണിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹല്ലേലൂയ, ദൈവജനമേ ഹല്ലേലൂയ, നമ്മുടെ ഭാരം, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ ഹല്ലേലൂയ, സ്തോത്രം, നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ കൈമിടുക്കല്ല, പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1-ാം ആലയം പണിതിരുന്നതായ സന്ദർഭത്തിൽ അവർക്ക് ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. എന്നാൽ നിയമപ്പെട്ടകം അടിമകളായി പോയപ്പോൾ എങ്ങനെയോ നഷ്ടപ്പെട്ടു. പല അഭിപ്രായങ്ങളാണ് അതിനുള്ളത്. എന്നാൽ ആ പല അഭിപ്രായങ്ങളോടും ഞാൻ യോജിക്കുന്നില്ല. നിയമപ്പെട്ടകം എങ്ങാണ്ട് ഒളിച്ചിരിപ്പുണ്ട്, അതിനെ ആലയം പണിയുമ്പോൾ അവിടെ കൊണ്ടുവരും, അത് ആഫ്രിക്കയിലുണ്ട് എന്നൊക്കെയും പറയുന്നുണ്ട്. ആക്ച്വലി അതൊന്നും ബിബ്ലിക്കലായിട്ടുള്ളതല്ല. ഇപ്പോൾ നിങ്ങൾ പലസ്തീൻ നാട്ടിൽ പോവുകയാണെങ്കിൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ടെമ്പിളിൽ നിങ്ങൾ മറ്റൊന്നും കണ്ടില്ലെങ്കിലും ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി വിസിറ്റ് ചെയ്യണം. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി വിസിറ്റ് ചെയ്യുമ്പോൾ ഒരാലയത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ദേ ഈവൻ മെയ്ഡ് മോശയ്ക്ക് കമാൻഡ്മെന്റ് കിട്ടിയതുപോലെ നിയമപ്പെട്ടകവും അവരുണ്ടാക്കി വെച്ചിട്ടുള്ളതായി ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ്. ആലയത്തിന് വേണ്ടിയുള്ളതായ യാഗപീഠം, ധൂപപീഠം, കാഴ്ചയപ്പത്തിന്റെ മേശ, ഇതെല്ലാം കർട്ടൻസ്, ഇതെല്ലാം ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാൽ ഒരു റാബായി നമ്മെ ഇതെല്ലാം ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കും. നമുക്ക് ചോദ്യം വല്ലതും ഉണ്ട് എങ്കിൽ ചോദിക്കുവാനുള്ള സാവകാശവും നമുക്ക് ലഭിക്കും. അവിടെ നിങ്ങൾ അത് പോകുമ്പോൾ അത് പോയി കാണണം. മറ്റൊന്നും കണ്ടില്ലെങ്കിലും അവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവിടെ അപ്പോൾ എന്നാൽ നാം ദൈവവചനം പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഇനി ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഒരാലയം പണിയപ്പെടും എന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം വായിക്കുന്നതായ സന്ദർഭത്തിലും ദാനിയേൽ പ്രവചനം വായിക്കുന്നതായ സന്ദർഭത്തിലും അത് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ആലയത്തിൽ കൊണ്ടുവന്നിട്ടാണ് യേശുക്രിസ്തു തന്റെ ബിംബത്തെ കൊണ്ട് വെക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഒരു പക്ഷേ കൊണ്ട് ഈ ഇപ്പോഴുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമപ്പെട്ടകം വെച്ചേക്കും. എന്നാൽ ഹല്ലേലൂയ, യിരെമ്യാ പ്രവചന പുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ മശിഹാ തമ്പുരാൻ ഉണ്ടാക്കുന്ന സഹസ്രാബ്ദ ആലയത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഉണ്ടായിരിക്കുകയില്ല. നിയമപ്പെട്ടത്തിന്റെ പൊരുളായ കർത്താവായ യേശു ക്രിസ്തുവായിരിക്കും അവിടെ നിയമപ്പെട്ടകമായിട്ടുള്ളത് എന്ന് വ്യക്തമായി യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ നിയമപ്പെട്ടകം അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയുന്ന അതായ ഒത്തിരി ബ്ലഫിങ്ങിലൊന്നും നിങ്ങളെ അധികം വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കാം. അതൊക്കെ ചുമ്മാതെ ഒത്തിരി പേര് ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊന്നും ബിബ്ലിക്കലായിട്ട് ഒരു എവിഡൻസും ഇല്ല എന്നുള്ളത് ഞാൻ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മുമ്പിലുള്ള സമയം ഞാൻ ഈ നിയമപ്പെട്ടകത്തെ പറ്റി പറഞ്ഞങ്ങ് പോയി. എന്നാൽ നിങ്ങൾക്ക് ഒരറിവ് ലഭിപ്പാൻ തക്കവണ്ണം കാരണമായല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നിത്യതയിൽ ഹല്ലേലൂയ, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആലയമേ ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞാടും നമ്മുടെ പിതാവായ ദൈവവുമായിരിക്കും അതിന്റെ ആലയം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിയമപെട്ടകമില്ല, എങ്ങനെയാണ് പിന്നെ ഈ ആലയം പണിത കാര്യങ്ങൾ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് അവർ കരഞ്ഞത്. ഒരു കാര്യം, അങ്ങനെ പലവിധമായ കാരണങ്ങളാൽ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ കരഞ്ഞതായി കാണുവാനായിട്ട് സാധിക്കുന്നു. കരച്ചിൽ ഒരു വിധത്തിൽ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാളിച്ചകൾ കണ്ടും ഒക്കെ ദൈവസന്നിധിയിൽ ഒന്ന് കരയുന്നത് എപ്പോഴും നല്ലതാണ്. ദൈവവൈതലെ നമ്മൾ ഒത്തിരി പുകഴുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ താഴുന്നതാണ് നല്ലത്. നമ്മൾ ഏതാണ്ടാണ് എന്ന് സാക്ഷ്യത്തിൽ കൂടെയും മറ്റേതിൽ കൂടെയും മറിച്ചതിൽ കൂടെയും ഒക്കെ പറയുന്നതിനേക്കാൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധിയിൽ കർത്താവേ അവിടുന്ന് തന്ന കൃപകൾക്കൊത്തവണ്ണം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വാസ്തവമായി കണ്ടുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ കുറവുകളെ കണ്ട് ഉണരുന്നതാണ് നല്ലത്. ഇന്ന് രാത്രി ഒരു മാനസാന്തരത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ളതായ ആ വലിയ പർവ്വതങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ സമഭൂമിയായി മാറുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കലേക്കും അടുത്തു വരുന്ന അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ ഏതു ഭാഗത്തു പോയാലും നിങ്ങൾ അവിടെ നിന്ന് കരഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കരച്ചിൽ കേട്ട് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് അരുളി ചെയ്ത പൊന്നു കർത്താവേ, 70 വർഷം ബാബേലിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾ അവിടെ കിടന്ന് ദാനിയേലിനെ പോലെ ഹല്ലേലൂയ സ്തോത്രം തന്റെ കിളിവാതിലുകൾ തുറന്ന് യെരൂശലേമിലേക്ക് നോക്കി ദിവസം 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞതുപോലെ നാം ദൈവസന്നിധിയിൽ ദിവസേന യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി കരഞ്ഞാൽ മനുഷ്യരാരും കണ്ടില്ലെങ്കിലും നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവം, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കർത്താവ് നിന്നെ രക്ഷിക്കും, നിന്നെ സഹായിക്കും, നിന്നെ വിടുവിക്കും. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് രാത്രികാല ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ തുറന്നുവല്ലോ. വചനത്തിന്റെ വാതില് ദൈവഭക്തിനെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ഹല്ലേലൂയ അന്ത്യകാല സംഭവങ്ങളോടുള്ള ബന്ധത്തില് ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാദൈവം തിരുവായ്മയോട് അരുളി ചെയ്യുന്നതും പ്രവാചകന്മാരിൽ കൂടെ അരുളി ചെയ്തിരിക്കുന്നതും ദൂതന്മാരിൽ അരുളി ചെയ്തിരിക്കുന്നതും ഒക്കെയും ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്കുകൾ. അത് ഹല്ലേലൂയ സ്തോത്രം. നാം നമ്മുടെ കുഞ്ഞുങ്ങളും അനുസരിച്ചാൽ ഹല്ലേലൂയ അനുഗ്രഹമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ ശരിയായ പ്രവചനം തന്നെ ഹല്ലേലൂയ മശീഹായിലൂടെയുള്ള ഹല്ലേലൂയ ഭാവി വിടുതലിനെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള പ്രത്യാശ നൽകുന്നതായിട്ടുള്ള വിലപ്പെട്ട ദൈവശബ്ദത്തിന്റെ ഹല്ലേലൂയ ഓരോ വാക്കുകളാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. പിതാക്കന്മാരെ പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളായി തീരെഴുതുന്ന ഈ രാത്രി കാലം നമുക്ക് കേൾപ്പാനിടയായിട്ട് സൈന്യ ഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരികയും. ഇപ്പൊ ദൈവം നമ്മുടെ പ്രവർത്തികളെ തൂക്കി നോക്കുന്ന ദൈവം. നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നല്ല വഴി നമുക്ക് കാണിച്ചു തന്നിരിക്കുമ്പോൾ ദുർമാർഗങ്ങളെ ഹല്ലേലൂയ വിട്ടുതിരികയെന്ന് ഇവിടെ പ്രവാചകൻ ദൈവം അരുളി ചെയ്തിരിക്കുകയാവും. ഹല്ലേലൂയ ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരിയും. ഹല്ലേലൂയ പണ്ടത്തെ പ്രവാചകന്മാർ അവരോ പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പെടുത്തുക ദുഃഖകരമായിട്ടുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് ദൈവം അരുളി ചെയ്യുന്ന ഹല്ലേലൂയ എനിക്ക് ചെവി തരുന്നില്ല. ചെവി തരികയോ എന്റെ വാക്ക് കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ എന്നോട് അടുത്ത് വരികയോ നമ്മുടെ പിതാവിന്റെ അടുക്കിലേക്ക് അടുത്ത് വരുവാൻ ഹല്ലേലൂയ. എന്തിനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്? സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുവാൻ, നമ്മോട് അരുളി ചെയ്യുവാൻ ദൈവത്തിനുണ്ട്, നമ്മോട് കൽപ്പിക്കുവാൻ ദൈവത്തിനുണ്ട്, നമ്മിൽ അനുഗ്രഹം പകരുവാൻ ദൈവം ആഗ്രഹിക്കും. നമ്മിലേക്ക് ദൈവം അഭിഷേകം തന്ന് കൃപാവരങ്ങൾ തന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ സൗഖ്യം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തോട് അടുത്ത് വരണം. അതാവുന്ന രാത്രിക്കാലം നമുക്ക് കാണുവാൻ സാധിച്ചത് ഹല്ലേലൂയ സ്തോത്രം
എന്നോട് പറ്റുന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അനുതാപത്തിനുള്ള ആഹ്വാനത്തെക്കുറിച്ച് നമുക്ക് രാത്രികാൽ ഈ അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. യെരൂശലേമിനെ ആശ്വസിപ്പിക്കുവാൻ ഹല്ലേലൂയ തുടർച്ചയായ ഹല്ലേലൂയ ദർശനങ്ങൾ ഹല്ലേലൂയ നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേലിന്റെ അന്ത്യകാലത്തെയും യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ഹല്ലേലൂയ വിഷയങ്ങൾ, യേശു ക്രിസ്തുവിന്റെ ഭരണം, ഹല്ലേലൂയ നമ്മുടെ കർത്താവുമായിട്ടുള്ള പൂർണ്ണ ഹല്ലേലൂയ ബന്ധത്തിലുള്ള ജീവിതം, അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഭാവി പ്രത്യാശ നമുക്ക് പുഞ്ചിരി തൂകുവാനുള്ള ഉയരത്തിലേക്ക് നോക്കുകയും അതിന് ഉയരത്തിലുള്ള ചിന്തിക്കുകയും ഈ ഭൂമിയിലുള്ള മണ്ണാങ്കട്ടകളൊന്നുമല്ല നമുക്ക് ഒരുക്കുന്ന വാസസ്ഥലം. ഹല്ലേലൂയ നഷ്ടമാകാൻ നമ്മുടെ പ്രിയനിരിക്കുന്ന ഇടത്ത്, ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കാൻ തന്നെ നിങ്ങളെ വീണ്ടും എൻ്റെ അടുക്കൽ ചേർത്തോളം എത്ര വിലപ്പെട്ട വാക്തത്വമാകും നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നല്ല പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മിൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു. നല്ലൊരു മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുവാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ വഴികളിൽ കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ ഭയപ്പെട്ട് നെഞ്ചും നെറ്റിയും ധനം കൊണ്ട് ശരീരം കൊണ്ട് യഹോവയെ ബഹുമാനിച്ച് ഹല്ലേലൂയ, സ്തോത്രം. പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ, ആ ദൂതുകൾ ഒരു കാലത്തും മരിക്കുന്നില്ല. പ്രവാചകന്മാരൊക്കെ ഈ ദൂത് ദൈവം കൽപ്പിച്ചതുപോലെ സത്യപ്രവാചകന്മാർ പ്രവചിച്ചു. അത് കേൾപ്പാൻ അവർക്ക് അതിലെ മനസ്സില്ലായിരുന്നു. അവരെ വിളിക്കുന്നതോറും അവരെ പുറകോട്ട് മാറുകയാവുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവർ ജാതികളെ വഴി പഠിച്ച് ജാതികളുമായി ഇടകലർന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിന്റെ പൊരുൾ തിരിച്ച് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവം നാം നോക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിന്റെ ഹമ്യാവും ഒക്കെ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ പൊരുളൊക്കെ തിരിച്ച് ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ ഹല്ലേലൂയ വളരെ അത്യധ്വാനം ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ വചനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നോർത്ത് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുന്നു. ദൈവമക്കളെ, വചനം ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പൊരുൾ തിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിന്റെ വചനം, മഹാദൈവത്തിന്റെ അരുളപ്പാട്, അതിന്റെ പൊരുൾ തിരിച്ച് കൊടുക്കാത്തിടത്തോളം കാലം ജനത്തിന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. വചനം ശുശ്രൂഷിക്കുമ്പോൾ അതിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കുകയാവും. രാത്രികാലം വചനത്തിന്റെ വാതിൽ ഭക്തനെ തുറന്നു കൊടുത്ത് അതിന്റെ പൊരുളുകളും മർമ്മങ്ങളും ഒക്കെയും നമ്മോട് സംസാരിച്ച് രാത്രികാലം വചനം സംസാരിച്ച ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങൾ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രവാചകന്മാര് ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ച് പ്രവചിക്കുമ്പോഴും അത് കേട്ടിട്ട് അവർക്ക് ഒരു ചലനമില്ലാതിരിക്കുന്ന കണ്ടിട്ട് പ്രവാചകൻ പോലും ദുഃഖിക്കാവും. മാത്രം ഭയങ്കരമായ ന്യായവിധികൾ ഹല്ലേലൂയ വരുവാൻ പോകുന്നു. കോട വലതും ഭയങ്കരമായ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ പട്ടണം, ഓരോ സിറ്റികൾ, ഓരോ രാജ്യങ്ങൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങരുതേ, ഹല്ലേലൂയ, ആരും നശിച്ചു പോകരുതേ എന്നുള്ള അപേക്ഷയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാവും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ജ്ഞാനം കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും സത്യദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ലാതെ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചന സംസാരിച്ച ഭക്തന് ദൈവകാഴ്ചപ്പെടുത്തുവാനും ശരീരാത്മകളെ ബലപ്പെടുത്തി അഭിഷേകവും തീർവും ദൈവശക്തിയുണ്ട്. പിന്നെയും അന്ത്യകാല സംഭവങ്ങളെ സംബന്ധിച്ച് ബഹുമാന ദിനങ്ങളിലും വചന സൂക്ഷ നടത്തുവാൻ ദൈവം സഹായിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പ്രയർ ലൈനിൽ ദൈവം സംസാരിക്കുന്ന ഭക്തന്മാര്, ദൈവമക്കൾ, പാട്ട് പാടുന്നവര്, നേടിയുന്നവരെ കൂടുതൽ എല്ലാവരും പ്രയറിൽ നടത്തുന്ന മക്കളെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കും. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം വിട്ട് നിങ്ങളെ ഒരുമിച്ച് സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും മേലും പകർന്നതിനായി നന്ദി കരുതുന്നു. അവിടുത്തെ ശബ്ദമാകുന്നല്ലോ അതുങ്ങൾ കേട്ടത്. വചനപ്രകാരം ജീവിപ്പാൻ അതുങ്ങളെ സഹായിക്കണം. എന്നോടടുത്ത് വരിക, ഞാൻ നിങ്ങളെ അടുത്ത് വരും. എന്റെ മുഖം അന്വേഷിക്കുകയും കൽപ്പന പുറപ്പെടുവിക്കാൻ മഹാദൈവത്തിന്റെ തന്നെ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കും.
അടികളോട് കൽപ്പിക്കണം, അടികളോട് അരളി ചെയ്യണം, പിന്നെയും അവിടുത്തെ ശബ്ദം പിന്നെയും കേൾപ്പിക്കണം. ഹാലേലൂയ, അടികൾ തിരുമയുടെ പറ്റി നിൽപ്പാൻ സഹായിക്കണമേ. ഹാലേലൂയ, സ്തോത്രം സ്തോത്രം. ദുഷ്ടപിശാച്, അന്ധകാര ശക്തി, ദുഷ്ടശക്തികൾ ആരെയും കൂടാതെ കാണാൻ ദൈവത്താൽ മറക്കപ്പെട്ട് കാത്തു പരിപാലിക്കണമേ. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. സ്തോത്രം. ബോബിയെ കുടുംബമായി കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കാൻ പ്രാർത്ഥിക്കും. എല്ലാവർക്കും നിങ്ങൾ ആയുസ് കൊടുക്കണം. ഹാലേലൂയ. ദൈവമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രേയറിനെ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളും, വീട്ടുകാർ, കുടുംബക്കാർ, ജ്യേഷ്ഠക്കാർ, സഹോദരന്മാർ, എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രാത്രികാല സുഖവർക്കങ്ങൾ തരണം. പ്രഭാതത്തിന് സമയത്ത് അവിടുന്ന് പുനഃനാമത്തെ മാറ്റപ്പെടുത്തുവാൻ സഹായിക്കണമേ. ആർക്കും ഒരു ദോഷവും വരാതെ പരിപാലിക്കണമേ. അവിടുത്തെ ക്രിസ്തു വെക്കണമേ. ഹാലേലൂയ സ്തോത്രം. അവിടുത്തെ ആലോചനയാൽ നടത്തി പരിപാലിക്കണമേ. എല്ലാ മഹത്വവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുനരുപനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശീർവദിച്ച് എല്ലാ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും പ്രേയറിൽ നടത്തുന്ന മക്കളുടെ മേലും സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും വചന സംസാരിക്കാൻ ഹല്ലേലൂയ മകൾ കുടുംബത്തോടും എല്ലാ പ്രിയപ്പെട്ട വിശുദ്ധന്മാരോടും കൂലോട് സകല വിശുദ്ധന്മാരോടും ദൈവം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യാശ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് us all. മനമേയവൻ മതിയായവൻ കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനായി. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനായി. അവൻ ആദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, തുത്യനാം വന്ദ്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, തുത്യനാം വന്ദ്യനാം നായകൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങളനുനിമിഷം. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തുണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തുണായി എന്നെ അനുദിനം വഴി നടത്തും.